ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ അയലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതും മാങ്ങ ഇട്ടൊരു അയലക്കറിയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ, ഒരു പറ ചോറുണ്ണാൻ നമുക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചോറ് ഒരുപാട് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവായിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ അയല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അയല ചേർത്ത് നമുക്കൊന്ന് ചുറ്റിച്ചങ്ങോട്ട് കൊടുക്കുക. ഇനി സ്പൂണിടണ്ട കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. പാതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ച മാങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി കുറച്ചുകൂടി വേവിച്ചെടുക്കണം. മാങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത് മാങ്ങ വെന്തിട്ട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട.